മാൻ അതല്ല, ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് ദുബായ് മാരിടൈം സിറ്റി. പുതിയ യോട്ടുകളും മറ്റും നിർമ്മിക്കുന്നത് ഇവിടെയാണ്. അതായത് നമ്മുടെ തൊട്ട് പുറകെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിനി യോട്ട്. ഇവിടെ ഇതിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പുതിയ സാധനം വെച്ചിറക്കുന്ന പരിപാടിയാണ് ഇവിടെ. മനസ്സിലായത്? നമ്മുടെ കാശുണ്ടെങ്കിൽ ഒരു ഫുള്ള് യോട്ട് ഇവിടെ വെച്ചിറക്കാനായിട്ട് പറ്റും. പുതിയ സാധനം, സെക്കൻഡ് ഹാൻഡും നോക്കണ്ട, മെയിൻ്റെനൻസും നോക്കണ്ട, ഒന്നും നോക്കണ്ട. പുതിയ സാധനം നമുക്ക് വെച്ചിറക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ തൊട്ടുപുറകെ കാണുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ്, മലയാളികളും അല്ലാതെ ഈ പറയുന്ന എല്ലാ രാജ്യക്കാരും ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ കണ്ട രസകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സൈഡിൽ, അതായത് നമ്മളുടെ പാർക്കിംഗ് സൈഡിൽ തന്നെ ഒരു 2 മിനി യോട്ടുകൾ കൊണ്ടുവന്ന് നൈസായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കി, 2 സൂപ്പർ യോട്ടുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പണി കഴിഞ്ഞ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ രജിസ്റ്റർ ചെയ്തേക്കുന്ന നമ്പർ ഉണ്ടോ, DP6325. അങ്ങനെ ഓരോ നമ്പറുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ DP എന്ന് പറയുന്നത് ദുബായ് പ്രൈവറ്റ് ആണ്. ഈ സാധനം വരുന്നത് ദുബായ് പ്രൈവറ്റ് ആണ് വരുന്നത്. DT വരുന്നത് ദുബായ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. നമുക്ക് ഈ പറയുന്നത് പോലെ ഇനി പുറത്തുള്ളൊരു കാഴ്ചകളും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഏരിയ വരുന്നതാണ് ഫുൾ ഓഫ് സാധനം. അതുപോലെ തന്നെ ഒരു മിനി ഇത് പണി കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ആ ഒരു സാധനം നേരെ ഇതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ടൈ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ജെറ്റ് സ്കൈ തൂക്കി കൊടുക്കുന്ന സ്ഥലം കണ്ടോ? ഇതുണ്ടല്ലേ ഇവിടെ ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും മൊത്തം വരുന്നത്. എല്ലാ സാധനവും ഇരിപ്പുണ്ട്. യമഹയുടെയും കാവസാക്കിയുടെയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ്റെനൻസ്, ഇതിൻ്റെ സ്പെയർ കാര്യങ്ങൾ, അങ്ങനെ മറ്റെന്ത് കാര്യങ്ങൾ തന്നെ ആണെങ്കിലും നമുക്കിപ്പോൾ ഇവിടെ ലഭ്യമാണ്. നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന വിശാലമായ ഒരു ബോട്ടിങ് യാർഡാണ് ഈ കാണുന്നത്. തഗ് ബോട്ട് മുതൽ വലിയ വലിയ കപ്പലുകൾ വരെ ഇവിടെ റിപ്പയർ ചെയ്യാനും മറ്റും. മറൈൻ ഓഫീസ് എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു ഷിപ്പിൻ്റെ ആകൃതിയിൽ അത് വളരെ മനോഹരമായ രീതിയിൽ പണിതുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു യൂട്ട്. എങ്ങോട്ട് നോക്കിയാലും കപ്പലിൻ്റെ പണി തന്നെ മൊത്തത്തിൽ. പെയിൻ്റ് അടിക്കുവാനായിട്ട് ആ ഒരു ഭാഗം അതിശക്തമായ രീതിയിൽ വെള്ളമടിച്ച് വാഷ് ചെയ്ത് അതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കുന്നത്. ഈ കാണുന്നത് തഗ് ബോട്ടുകളാണ്. ഈ കപ്പലുകളും മറ്റും കടലിൽ നിന്നും കരയിലേക്ക് ഹാങ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന തരം സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. 1 by 1 ആയിട്ട് യോട്ട് തുടങ്ങി ഇങ്ങനെ അറ്റം വരുന്ന കപ്പൽ വരെയുള്ള എല്ലാ സാധനങ്ങളും ഒറ്റ കുടക്കീഴിൽ. ചെറിയ പരിപാടി. ഈ നട്ടം വെയിലത്ത് നമ്മൾ കറങ്ങി ഇതൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്, അത് നിങ്ങളെയൊക്കെ കാണിച്ചു തരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ദുബായ് മാരിടൈം സിറ്റിയിലെ എല്ലാ വമ്പന്മാരെയാണ് ഇന്ന് ഞാൻ നിങ്ങളെക്കായി പരിചയപ്പെടുത്തിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ സന്ധിക്കും വരി വണക്കം.